ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമം പമ്പ തീരത്ത് നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. ശബരിമലയിൽ രണ്ട് സ്ത്രീകളെ പിന്നാമ്പുറത്തുകൂടി കറുത്ത പർദ്ദയ്ക്കുള്ളിൽ കയറ്റിയ ഒരു കാലം സന്നിധാനത്തുണ്ടായിരുന്നു. കേരളത്തിലെ കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ, കേരളത്തിന് പുറത്തുള്ള കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിച്ച ഒരു ദിവസം. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും CPM-ന്റെ പിടിവാശിക്ക് മുന്നിൽ ശബരിമല സന്നിധാനത്തേക്ക് അർദ്ധരാത്രി 2 മണിയോടുകൂടി പിന്നാമ്പുറത്തുകൂടി ശബരിമല സന്നിധാനത്തെത്തിച്ച അയ്യപ്പ ഭക്തരുടെ മനസ്സ് കരയിപ്പിച്ച, അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു കെടാ വിളക്കായി അവർക്കൊരു നോവായി മാറ്റിയ ആ ദിനമുണ്ട്. ആ ദിനത്തിൽ നിന്ന് ഇപ്പോഴും കേരളത്തിലെ അയ്യപ്പ ഭക്തർ പൂർണ്ണമായും മോചിതരായിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം 4 വോട്ടിന് വേണ്ടി നടത്തുന്ന CPM തങ്ങളുടെ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഏതെങ്കിലും ഭാര്യമാരെയോ അല്ലെങ്കിലും മക്കളെയോ ശബരിമല സന്നിധാനത്ത് കയറ്റാൻ ഇപ്പോൾ തയ്യാറാകുമോ എന്നൊരു ചോദ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള 5-അംഗ ബെഞ്ചിന്റെ വിധി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റി എന്നല്ലാതെ ആ വിധി ഇപ്പോഴും സ്റ്റേ ചെയ്തിട്ടില്ല. ആ വിധി സ്റ്റേ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ശബരിമല സന്നിധാനത്ത് സ്ത്രീകളെ കയറ്റാൻ തന്റെ ഇടം പിണറായിക്കുണ്ടോ എന്ന ചോദ്യമാണ് അയ്യപ്പ ഭക്തർ ഉന്നയിക്കുന്നത്. കേരളത്തിന്റെ തിരുവീതികളിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന, ശബരിമല അയ്യപ്പനെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടങ്ങുന്ന ആളുകൾ തങ്ങൾ അയ്യപ്പനെ കാണാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്ന പ്ലക്കാർഡുമായി സ്ത്രീകളും സഹോദരിമാരും തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ആഗോള അയ്യപ്പ സംഘം എന്ന പേരിട്ട് ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് തട്ടാൻ CPM നടത്തുന്ന നെറികെട്ട നീക്കം നമ്മൾ കാണുകയാണ്. ദേവസ്വം മന്ത്രിമാർ, നിരവധി ആളുകൾ CPM-ന്റെ ഭരണകാലത്ത് സന്നിധാനത്ത് പോവുകയും ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പ വിഗ്രഹത്തെ തൊഴാൻ മടിച്ച് നോക്കി നിൽക്കുന്നത് നമ്മൾ നിരവധി തവണ കണ്ടതാണ്. ഇത്രത്തോളം അയ്യപ്പനെ അയിത്തമുള്ള ആളുകൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് 4 വോട്ടിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശബരിമല സന്നിധാനത്ത് വെച്ചൊരു മന്ത്രിസഭാ യോഗം കൂടാൻ, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടന്ന പമ്പയിൽ വെച്ചൊരു മന്ത്രിസഭാ യോഗം ചേരാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നട്ടല്ലും ആർജവും ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത്. കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിപ്പിച്ച ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും തോളിലേറ്റ് നടന്ന CPM-ന്റെ കുട്ടി സഖാക്കന്മാർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഏതെങ്കിലും DYFI-കാരന് ധൈര്യമുണ്ടോ തന്റെ ഭാര്യയെ ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുപോകാൻ? അല്ലെങ്കിൽ തന്റെ സഹോദരിയെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ ഏതെങ്കിലും SFI-കാരനോ DYFI-കാരനോ തയ്യാറാകുമോ? ആരും തയ്യാറാകില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് ഇനിയും വിധികൾ വന്നാലും ഒരു യുവതിയെ പോലും ശബരിമലയിൽ കയറ്റാൻ CPM തന്റെ അട കാണിക്കില്ല. അതിനുള്ള ത്രാണിയും നട്ടെല്ലും നിലവിലെ CPM നേതൃത്വത്തിനില്ല. ത്രാണിയും നട്ടെല്ലും ഉണ്ടെങ്കിലും ഇനി ഒരു ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല സന്നിധാനത്ത് വരില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ്. ശബരിമല അയ്യപ്പൻ കലിയുഗ വരദനാണ്. ആ കലിയുഗ വരദനായ അയ്യപ്പനെ തൊട്ടതു മുതൽ CPM-ന് കണ്ടക ശനിയാണ്. അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും CPM മോചിതരാവില്ല. അതുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പനെ തൊട്ടുള്ള കളിക്ക് ഇനി CPM തയ്യാറാവില്ല. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ശബരിമലയിൽ കയറ്റിയതിന്റെ പ്രായശ്ചിത്തമായാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. കേരളത്തിലെ ചില പ്രാഞ്ചേട്ടന്മാരെ അയ്യപ്പ സംഗമത്തിൽ എത്തിക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ സംഗമത്തിനെത്തും. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ ആരും തന്നെ, സർക്കാർ പ്രതിനിധികൾ ആരും തന്നെ ഈ സംഗമത്തിന് എത്തുന്നില്ല. CPM-ന്റെ പാർട്ടി വേദിയാക്കി ഈ ആഗോള സംഗമത്തെ, അയ്യപ്പ സംഗമത്തെ മാറ്റുകയാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ഫ്ലക്സ് ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും ചിത്രമാണ് വലുതായി രേഖപ്പെടുത്തിയത്. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഒരു പൊട്ടുപോലെയാണ് ആ ഫ്ലക്സ് ബോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അയ്യപ്പനെ വെച്ച് രാഷ്ട്രീയം കളിച്ച് 4 വോട്ട് നേടാനാണ് CPM ശ്രമിക്കുന്നെങ്കിൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM മറന്നുപോകരുത്. 2018-ലെ മണ്ഡല മകരമാസ പൂജാ സമയം കേരളത്തിലെ ഒരു അയ്യപ്പ വിശ്വാസിയും അത്ര പെട്ടെന്ന് മറക്കില്ല. ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും മാത്രമല്ല, രഹന ഫാത്തിമയെയും മനിതി സംഘത്തെയും എല്ലാം ശബരിമലയിൽ കയറ്റാൻ പഠിച്ച പണി 18 നോക്കിയെങ്കിലും ഭക്തരുടെ പ്രതിഷേധത്തിന് മുന്നിൽ സർക്കാർ മുട്ടുമടക്കിയതാണ്. ഇനി ഒരു സ്ത്രീയെ വലിച്ചിഴച്ച്, അല്ലെങ്കിൽ CPM-ന്റെ താല്പര്യപ്രകാരം ശബരിമലയിൽ കയറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ DYFI SFI നേതൃത്വങ്ങൾക്കോ തന്റെ ഇടവും ത്രാണിയുമുണ്ടോ എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത്തരത്തിൽ ത്രാണിയുള്ള ഒരു നേതാക്കന്മാരും ഇന്ന് CPM-നകത്ത് ജീവിച്ചിരിപ്പില്ല.